ഗുഡ് മോർണിംഗ് പ്രേമ. ഗുഡ് മോർണിംഗ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അതിനൊരു മധ്യസ്ഥം വഹിക്കുക അല്ലെങ്കിൽ ആ പ്രശ്നം പറഞ്ഞു തീർക്കുക എന്ന നിലയിൽ എല്ലാവരും സംസാരിച്ചത് അമേരിക്കയുടെ കാര്യമാണ്. അമേരിക്ക ഇന്ത്യക്ക് കാര്യകാരനായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഇന്ത്യക്ക് ഏറ്റവും വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുക. പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ ട്രംപ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് എത്രമാത്രം തിരിച്ചടിയാവും? എന്താണ് അതിനെക്കുറിച്ച് പ്രേമന് പറയാനുള്ളത്? ഇത് തിരിച്ചടി എന്നതിനപ്പുറം ഇന്ത്യക്ക് കനത്ത നാണക്കേടാണ് ഇതുണ്ടാക്കിയേക്കുന്നത്. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അത് ലോകം മുഴുവൻ അറിയിക്കാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാനുമാണ് ഇന്ത്യ പ്രതിനിധികളെ അയച്ചത്. അമേരിക്കയിലേക്കും വിവിധ രാജ്യങ്ങൾ ഇപ്പൊ ശശി തരൂർ അടക്കമുള്ള പ്രതിനിധികൾ പോവുകയും ഇപ്പൊ അമേരിക്കയിൽ ചെന്ന് അവിടെ ഇന്ത്യൻ സംഘത്തിന് വലിയ സ്വീകാര്യത കിട്ടി. അവിടെ പാകിസ്ഥാന്റെ നിലപാടിനെ പ്രത്യക്ഷത്തിൽ വിമർശിക്കുന്ന തരത്തിൽ അമേരിക്ക നിലപാടെടുത്തു. അവിടെ ഒരു സെനറ്റർ ഇവരോട് ചോദിക്കുകയും കൂടെ ചെയ്തു. അതായത് ഈ ഇന്ത്യൻ പ്രതിനിധി സംഘം ചെന്നതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ സംഘം അവിടെ എത്തി. അപ്പോൾ അവരവിടെ പിന്നെ നിങ്ങൾ ഈ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ ആഭ്യന്തര തലത്തിൽ നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതിനിധി സംഘത്തെ നയിച്ചു എന്ന ബിലാവൽ ഭൂട്ടോയ്ക്ക് ഉത്തരവില്ലായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ ആ ഒരു അർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നിലപാടുകൾക്ക് അമേരിക്കയിൽ വലിയ സ്വീകാര്യത കിട്ടി, ലോകത്തെവിടെയും വലിയ സ്വീകാര്യത കിട്ടി എന്നാണ് നാം ധരിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യയെ ചതിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്നത്. കാരണം ഈ അസീം മുനീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പരമോന്നത സൈനിക നേതാവാണിപ്പോൾ. അതായത് പാകിസ്ഥാൻ അസീം മുനീറിനെ യുദ്ധം വിജയിച്ച ആളെന്ന പരിഗണനയിൽ ഫീൽഡ് മാർഷൽ എന്ന പദവി കൊടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന അസീം മുനീറിനെ അമേരിക്കയിലോട്ട് പരവതാനി വിളിച്ച് സ്വീകരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്, വലിയ നാണക്കേടാണ്. ഈ അസീം മുനീർ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഈ അമേരിക്കയിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ ഈ അസീം മുനീർ സന്ദർശിക്കുന്നു എന്നുള്ളത് വലിയ വാർത്ത വന്നിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു. അതായത് ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വലിയ പാളിച്ച പറ്റി, അമേരിക്കയെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യയെ നാണം കെടുത്തി. അതിൻ്റെ ഇടയിലും ചോദിക്കട്ടെ, ഈ അമേരിക്കയ്ക്ക് സാധാരണഗതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയം ഇന്ത്യയുടെ ഭാഗം അമേരിക്ക കേട്ടു യുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ഒരുപക്ഷെ അദ്ദേഹത്തെ ക്ഷണിച്ചത്? അത് മാത്രമല്ല, അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ എന്നോ പാകിസ്ഥാനെന്നോ വേർതിരിവില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇന്ത്യ ആറ്റം ബോംബ് പരീക്ഷിച്ച സമയത്ത് പാകിസ്ഥാൻ അപ്പോൾ പ്രതിരോധത്തിലായല്ലോ സ്വാഭാവികമായി. അപ്പോൾ പാകിസ്ഥാനിന് വേണ്ടി ആറ്റം ബോംബ് സംഭാവന ചെയ്ത ആൾക്കാരാണ് അമേരിക്ക. ഈ അമേരിക്കയുടെ ആറ്റം ബോംബാണ് പാകിസ്ഥാനിലിരിക്കുന്നത്. അപ്പോൾ കാര്യം വ്യക്തമാണല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവരെ ഒരേപോലെ പരിഗണിക്കും. കാര്യം അവരുടെ മുഖ്യ ശത്രു ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്കെതിരെ അണിനിരത്താൻ പറ്റുന്ന സമീപ രാഷ്ട്രങ്ങളെന്ന നിലയിൽ മാത്രമാണ് അവർ ഇന്ത്യയും പാകിസ്ഥാനെയും കണക്കാക്കുന്നത്. ഇന്ത്യക്ക് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നു, പാകിസ്ഥാനും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ വ്യത്യാസമൊന്നും അമേരിക്കയെ സംബന്ധിച്ച് വ്യത്യാസമല്ല. അതായത് ഇന്ത്യയെ എന്താ പറയുക, ഈ വിശ്വാസത്തിലെടുത്ത് ഇന്ത്യയുടെ ചങ്ങാത്തം സ്ഥാപിച്ച് ഇന്ത്യയുടെ നേട്ടങ്ങൾ അതുമായിട്ടുള്ള നേട്ടങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ അവർ തലോടുന്നുണ്ട്. അതായത് ചൈനയ്ക്കെതിരെ വിവിധ രാഷ്ട്രങ്ങളുടെ ഒരു അത്രേ ഉള്ളൂ. അതായത് ചൈനയാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു. കാര്യം ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ചൈനയാണ്. ഒരു പക്ഷേ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന റഷ്യയെ പോലെ തന്നെ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ലോകരാഷ്ട്രങ്ങളിലൊന്ന് ചൈനയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചൈനയെ എതിർക്കാനായിട്ട് കിട്ടുന്ന സഖ്യരാഷ്ട്രങ്ങൾ ഏത് എന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത സൈനിക ശക്തിയിൽ പ്രബലമായത് ഇന്ത്യയാണ്. ഉറപ്പായിട്ടും ഇന്ത്യയാണ് ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത്. പക്ഷേ പാകിസ്ഥാനെയും അവർക്ക് പിണക്കാൻ പറ്റില്ല. പാകിസ്ഥാന് വേണ്ട ഒത്താശകൾ അവർ ചെയ്തു കൊടുക്കും. ഇനി ഈ അസീം മുനീർ, ഞാൻ പറഞ്ഞല്ലോ 5 ദിവസത്തെ പര്യടനത്തിന് വേണ്ടി അവിടെ വരുന്നുവെന്ന്. അപ്പോൾ ഇവിടെ വലിയൊരു കോലാഹലമുണ്ടായി. അപ്പോൾ തൊട്ടു പിന്നാലെ വൈറ്റ് ഹൗസ് ഈ വാർത്ത അങ്ങ് നിഷേധിച്ചു. അതായത് അസീം മുനീറിനെയല്ല, ഒരു ലോക നേതാക്കളെയും ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല എന്നാണ് വൈറ്റ് ഹൗസ് ആദ്യം പറഞ്ഞത്. കാരണം ഈ സൈന്യത്തിൻ്റെ 250ാമത് വാർഷിക പരിപാടിയാണ്, വലിയ സൈനിക പരേഡൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 79ാമത് പിറന്നാളും കൂടിയാണ് ഈ സമയത്ത്. അപ്പോൾ ഈ പറയുന്ന പരിപാടിയിലേക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ക്ഷണിച്ചിട്ടില്ല. ഇത് ഈ സൈനിക പരേഡ് എന്ന് പറയുന്നത്, നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് സൈനിക പരേഡ് നമ്മൾ നടത്താറുണ്ടല്ലോ, എന്നാൽ അമേരിക്കയിൽ അങ്ങനെ ഒരു പതിവില്ല. പ്രത്യേക അവസരങ്ങളിൽ മാത്രമേ ഈ സൈനിക പരേഡും അവരുടെ ആയുധങ്ങളുടെ പ്രദർശനമൊക്കെ നടക്കാറുള്ളൂ. ഇതിനു മുമ്പ് ഇത്തരം പരിപാടി നടന്നത് അവർ ഗൾഫ് യുദ്ധം വിജയിച്ചതിന് ശേഷം, അതായത് ഇറാഖ് യുദ്ധം വിജയിച്ചതിന് ശേഷം
നടത്തിയതാണ് ഏറ്റവും ഒടുവിൽ നടന്ന സൈനിക, അതായത് 1991 മറ്റോ ആണ്. അത്രയും നീണ്ട കാലയളവിൽ ഈ പരിപാടി നടന്നിട്ടില്ല. അപ്പോൾ അത്തരം ഒരു പരിപാടിയിലേക്ക് ഒരു വിദേശ പ്രതിനിധിയെ ക്ഷണിക്കാറില്ല എന്നൊരു വിശദീകരണമാണ് ആദ്യം വൈറ്റ് ഹൗസ് നൽകിയത്. ഇത് പാകിസ്ഥാനിൽ വലിയ വാർത്തയായി. അസീം മുനീറിനെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ അസീം മുനീർ നേരത്തെ തന്നെ പെട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. വലിയ വാർത്തയായി, അസീം മുനീറിന് വലിയ നാണക്കേടായി. ഇന്ത്യയിലും ആ വാർത്ത ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. നേരത്തെ വിമർശിച്ചവരിപ്പോൾ മാപ്പ് പറയണം എന്നൊരു നിലപാട് BJPയും അതേപോലെ കേന്ദ്ര സർക്കാരിലെ പ്രതിനിധികളും ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു കാരണം കൂടി പറയാം. ഈ അമേരിക്കയിൽ അവരുടെ സെൻട്രൽ കമാൻഡ്, അതായത് അവരുടെ സൈനിക വിഭാഗം, അതിൻ്റെ മേധാവിയായ ഒരു മൈക്കൽ കുർല എന്ന് പറയുന്ന ഒരു സൈനിക മേധാവിയുണ്ട്. ഇയാളും അസീം മുനീറുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. അത് കാലാകാലങ്ങളായിട്ട് അമേരിക്ക പാകിസ്ഥാനോട് പുലർത്തുന്ന ഒരു രീതിയാണ്. അവരുടെ സൈനിക മേധാവികൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരിക്കും. കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നും അല്ല പ്രധാന സൈനിക മേധാവികളാണ്. അപ്പോൾ തന്ത്രപരമായി പർവേസ് മുഷറഫ് മാത്രം ഇതിനു മുമ്പും പാകിസ്ഥാനിൽ സൈനിക അട്ടിമറിയും സൈന്യത്തിലെ തലവന്മാർ പ്രധാനമന്ത്രി ആയിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പ്രധാനം സൈനിക മേധാവിയാണ് അവിടുത്തെ. അതുകൊണ്ട് തന്ത്രപരമായി പാകിസ്ഥാന്റെ സൈനിക മേധാവികളുമായിട്ട് ഇവർ നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൈക്കിൾ കുർല ഈ അസീം മുനീറുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചേക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 3 തവണ ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ 5 ദിവസത്തെ പര്യടനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവിടെ വരുമ്പോൾ, അതായത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതേപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത്, ഇവരുമായിട്ടും ഈ പറയുന്ന അസീം മുനീറിന് ഔദ്യോഗിക കൂടിക്കാഴ്ചകളുണ്ട്. ഇത് കൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഇന്ന് ബുധനാഴ്ച അമേരിക്കൻ സമയം 1 മണിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയിൽ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ഇദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കും. അതായത് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തിന് ചോറ് വിളമ്പി കൊടുക്കും ഇന്നും. അത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കൊടുംചതിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. അതെ, അതായത് ഇന്ത്യ ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടത്തി, ഓപ്പറേഷൻ സിന്ധു, അതായത് ഇന്ത്യ ഭീകരവാദത്തിനെതിരെയാണ് പോരാട്ടം നടത്തിയത്. ആ ഭീകരവാദ ക്യാമ്പുകൾ നമ്മുടെ തെളിവ് സഹിതം പുറത്തുവിട്ടു. അതാണ് കൃത്യമായി ആക്രമിച്ചത്. അത് കൃത്യമായി നമ്മൾ സിവിലിയന്മാരെ ആക്രമിച്ചിട്ടില്ല, ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. തെളിവ് സഹിതം നമ്മൾ പുറത്തുവിട്ടു. ലോകരാജ്യങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ആഗോള അഭിപ്രായ രൂപീകരണം ഉണ്ടാകണമല്ലോ. അതായത് ഇത് അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന് പറഞ്ഞാൽ ചെറിയ കളിയൊന്നുമല്ല. അപ്പോൾ ഇന്ത്യ എടുത്ത നിലപാടുകൾ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇന്ത്യ പ്രതിനിധി സംഘങ്ങളെ അയച്ചത്. ഇന്ത്യൻ സംഘത്തിന് അമേരിക്കയിൽ വലിയ സ്വീകാര്യത കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ധരിക്കുന്നത്? അമേരിക്ക നമ്മളോടൊപ്പമാണ്, നമ്മളെ പിന്തുണയ്ക്കുന്നു. പക്ഷേ അമേരിക്ക എല്ലാ കാലത്തും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ രാജ്യം, ഉറപ്പായിട്ടും അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് എപ്പോഴും അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം മറ്റ് അജണ്ടകളില്ല. അവർക്ക് ഈ പറയുന്ന ഇന്ത്യയോടുള്ള മമതയൊക്കെ അവരുടെ തന്നെ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഈ നല്ല കവറിൽ പൊതിഞ്ഞ കൈപ്പുള്ള മിഠായി എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെയുള്ള ഏർപ്പാടാണ് അമേരിക്ക കാലാകാലങ്ങളിൽ പുലർത്തിയിട്ടുള്ളത്. ഇനി ഈ അസീം മുനീർ വെറുതെ അങ്ങോട്ട് ചെന്ന് കയറി അവിടെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ട്രംപിന്റെ ഭക്ഷണം കഴിഞ്ഞിട്ട് മടക്കാനല്ല അസീം മുനീർ പോകുന്നത്. അസീം മുനീറിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും. അതായത് ഈ പറയുന്ന പാകിസ്ഥാന് നിലവിൽ ഇന്ത്യ കൊടുത്ത അടിയിൽ ഒരുപാട് സൈനിക ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകരാറിലായിട്ടുണ്ട്. അവർക്ക് പുതിയ യുദ്ധവിമാനങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ കാര്യം, അതായത് അമേരിക്കയിൽ നിന്ന് പേട്രിയറ്റ് എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ നേരത്തെ ഒരു ചൈനയുടെതാണ് വാങ്ങിച്ചത്. ചൈന പണിപാലിച്ച മെയ്ഡ് ഇൻ ചൈനയുടെ ഗുണം കാണിച്ചു. അപ്പോൾ അവർക്ക് ഇപ്പോൾ അമേരിക്കൻ നിർമ്മിത സാധനം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെല്ലുന്നത്. അതുകൂടാതെ ഈ പാകിസ്ഥാനിൽ നമ്മുടെ കേരളത്തിലെ കിഫ്ബി മാതൃകയിൽ വിദേശ ഫണ്ട് സ്വരൂപിക്കാനായിട്ടൊരു സംവിധാനമുണ്ട്. അത് നിയന്ത്രിക്കുന്നത് സൈന്യമാണ്. അപ്പോൾ ഈ സംവിധാനത്തിലേക്ക് അമേരിക്കയിൽ നിന്ന് പരമാവധി നിക്ഷേപം സ്വരൂപിക്കുകയും അസീം മുനീറിൻ്റെ ഉദ്ദേശമാണ്. മറ്റൊന്നുകൂടി രഹസ്യമായി വെക്കാം, ഈ പറയുന്ന അസീം മുനീർ ഇപ്പോൾ അവിടുത്തെ ഫീൽഡ് മാർഷൽ ആണെങ്കിലും ഫീൽഡ് മാർഷൽ എന്ന പദവിയും കൂടിയുണ്ട്. ഒരു പക്ഷേ വലിയ കാലതാമസം ഇല്ലാണ്ട് ആ പാകിസ്ഥാൻ പ്രസിഡന്റ് എന്ന പദവി ഇയാളുടെ തലയിൽ ഇരിക്കുകയും കൂടെ ചെയ്യും. കാര്യം ഒരു സൈനിക അട്ടിമറി അത്ര പുത്തരിയല്ലാത്ത സ്ഥലം കൂടിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അമേരിക്ക തന്ത്രപരമായി അസീം മുനീറിനെ കൂടെ നിർത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ.